ഹായ്. ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് രാവിലെ ഒരു അമ്പലത്തിൽ പോവാണ് കേട്ടോ. നമ്മൾ ധൊമ്മസാന്തര കൊച്ചു ഗുരുവായൂരപ്പൻ ടെമ്പിളിലാണ് പോകുന്നത്. ഞാനും അച്ഛനും കൂടി ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. മഴയില്ല താനും, എന്നാൽ ചെറിയൊരു തണുപ്പും നല്ലൊരു ക്ലൈമറ്റാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ തോന്നും. നമ്മൾ കേരളത്തിലെത്തിയ ഒരു പ്രതീതിയാണ് ഇതിലിങ്ങനെ പോകുമ്പോൾ തോന്നുന്നത്. എന്നുവെച്ചാൽ കുറേ പച്ചക്കറി കൃഷികളും വാഴക്കൃഷി, അങ്ങനെ ഓരോ കൃഷികളും, ചെറിയൊരു ഗ്രാമപ്രദേശത്തിനുള്ളിലൂടെയുള്ള ഒരു റോഡാണ് കേട്ടോ ഇത്. ചന്താപുരം ധൊമ്മസാന്തര റോഡ് എന്നുവെച്ചാൽ മെയിൻ റോഡാണ്. പക്ഷേ എല്ലാം സാധാരണക്കാരുടെ പശു വളർത്തലും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരിതാണ്. കൃഷി കാര്യങ്ങൾ നല്ലൊരു ഭംഗിയാണ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ടും. നല്ല റോഡൊക്കെ വെച്ചാൽ സൈഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഒരു സുഖം, നമുക്കൊരു മനസ്സിനൊരു സന്തോഷം. അപ്പോൾ ഞാൻ എല്ലാ സാറ്റർഡേ ഓർ സൺഡേ ഞങ്ങൾ ഇവിടെ പോകാറുണ്ട് കേട്ടോ. നമുക്കതൊക്കെയാണൊരു സന്തോഷം എന്ന് പറയുന്നത്, അങ്ങനെ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ പോവുക വരിക അങ്ങനെയൊക്കെ ഇത് കാഴ്ചകൾ കാണുക. അതുകൊണ്ട് തെങ്ങൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നല്ലൊരു എന്താ പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി. ഞാൻ ഇച്ചിരിയൊക്കെ കാണിക്കാം കേട്ടോ അമ്പലത്തിനകത്ത്. കൊച്ചു ഗുരുവായൂരപ്പൻ ടെമ്പിളാണ്. ഇവിടെ ഗണപതിയുടെയും അയ്യപ്പൻ്റെയും ഉപദേവതകളായിട്ട് പ്രതിഷ്ഠയുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നല്ല ചെറിയൊരു അമ്പലം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ കേരള പൂജകളും ആ ഒരു വിധിപ്രകാരമുള്ള പൂജകളൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു ക്ഷേത്രമാണ് കൊച്ചു ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ഇവിടെ ഞാൻ എല്ലാ ആഴ്ചകളും തന്നെ പോകാറുണ്ട്. ഇവിടെ പോയാൽ തന്നെ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം എല്ലാം ഉണ്ടാകാറുണ്ട്. അതാണ് ഇവിടെ എല്ലാ ആഴ്ചയും പോകുന്നത് തന്നെ. ഇവിടുത്തെ പ്രസാദം നമുക്ക് കഴിക്കാനായിട്ട് ഒക്കെ കിട്ടും. നമ്മളിപ്പം ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട്, നെയ്വിളക്ക് നടത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടത്തി. ഇതുപോലെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന വെണ്ണ, ഇതൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇവിടുന്ന് വെണ്ണ കിട്ടും. ആ വെണ്ണയും അതുപോലെ തന്നെ വെണ്ണ കിട്ടിക്കാൻ അത് നമുക്ക് കഴിക്കാനുള്ള കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്രസാദമുണ്ട്, അവലും ശർക്കരയും പഴവും എല്ലാം കൂടി ഇട്ട് ഗണപതി പ്രസാദം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങ് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് വേറൊരു ടെമ്പിളും കൂടെ സാധാരണ കയറാറുണ്ട്. അങ്ങനെ അവിടെയും കൂടെ കയറാമെന്ന് വെച്ചോളൂ. ഇതൊരു നന്ദിയുടെ ടെമ്പിളാണ്. നമ്മൾ അധികം കേട്ടിട്ടില്ല. നന്ദീശ്വരൻ എന്ന് വെച്ചാൽ ശിവൻ്റെ നമ്മളെല്ലാം നന്ദിയോടല്ല ശിവനോട് പറയണം ഈ കാര്യങ്ങളൊക്കെ ചെന്ന് ആ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇതൊരു വലിയൊരു കോമ്പൗണ്ടിനകത്ത് വളരെ ഭംഗിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു വെച്ചേക്കുന്നു കേട്ടോ. മുറ്റത്തെല്ലാം ചെടികളും എല്ലാം അത് ഭയങ്കര കൃത്യമായിട്ട് ഉണ്ടോ. നല്ല ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് ആ ക്ഷേത്രത്തിന്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുന്നൊരു പോസിറ്റിവിറ്റിയാണ്, ഒരു കൂള്. ഇപ്പം വെയിലത്ത് വന്നാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു നിറച്ച് മരങ്ങളെല്ലാം താഴോട്ടെല്ലാം ഉണ്ട്. ഇതിൻ്റെ ചെടികളും ആയിട്ടും എല്ലാം ആയിട്ടും നമുക്കിങ്ങനെ കയറി നോക്കുമ്പോൾ തന്നെ ഒരു ഭംഗി, ഒരു സന്തോഷം. ഇതൊക്കെയാണ് എൻ്റെ ഞായറാഴ്ചത്തെ ഒരേ പരിപാടികൾ. ഇങ്ങനെ പോവുക, അച്ഛനും ഉണ്ട് ഞാനും ഉണ്ട്, ഇങ്ങനെ ചുമ്മാ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്നു, നമുക്കൊരു സന്തോഷം. ഇവിടെ ഇങ്ങനെ നന്ദിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടെ. ഈ പ്രതിഷ്ഠ അവിടെ ചെന്നുമ്പോൾ നമുക്ക് അവർ തന്നെ ചന്ദനം തൊട്ട് തരും, ഭസ്മം, ഇതൊക്കെയുള്ളൂ. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഇവിടെ. ഒരു നന്ദിയുടെ ഒരു വിഗ്രഹമുണ്ട്, അതിങ്ങനെ ചുറ്റുക പോരുക. വേറെ പരിപാടികളൊന്നും അവിടെ നമുക്ക് കാണാനായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഗാർഡനാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒത്തിരി പ്രോഗ്രാമുകളും ഒക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുമ്പം കാണാറുണ്ട്. ഇതിങ്ങനെ ഇത്രയും വലിയ ഒരു കോമ്പൗണ്ടിനകത്താണ് ഇതെല്ലാം കാണുന്നത്. ചിലപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ കോമ്പൗണ്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കൊക്കെ എന്തൊരു രസമെന്നറിയാം. കുറേ നേരം ഇരിക്കാനും, ആരിലൊക്കെ എല്ലാവരുമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞ് ഇരിക്കാനും ഓടി നടക്കാനും പിള്ളേരൊക്കെ ആയിട്ട് നല്ല ഇഷ്ടം പോലെ സ്പേസാണ്. ഇച്ചിരി ഇങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളത് കാണുക. ഒരു വലിയൊരു സംഭവം ഉണ്ടേ, ഇപ്പം കാണിക്കാം. നടന്ന് ചെല്ലണ്ടേ. ഇച്ചിരി ഒരു കണ്ടോ, കാണുന്നുണ്ടോ? ഇപ്പം കാണിക്കാം കേട്ടോ. എല്ലാം കണ്ടോ, അതിന് ചുറ്റും മരങ്ങളും കാര്യങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചേക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. നോക്കിയേ, ഒരു വലിയൊരു നന്ദിയുടെ പ്രതിമയാണ് കേട്ടോ. നമ്മളൊന്നും അതിനകത്ത് എത്താൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ പ്രതിമയാണ് അവിടെ വെച്ചേക്കുന്നത്. പൂജയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളിടയ്ക്ക് വന്ന് കാണാറുണ്ട്, അത്രേ ഉള്ളൂ. നല്ല വലിയൊരു പ്രതിമയാണ് അവിടെ. നോക്കിയേ, ഞങ്ങളതിന് ചുറ്റിനുമൊക്കെ ഒന്ന് നടന്ന് നോക്കി. ഞാനും അച്ഛനും ഉണ്ട് കേട്ടോ. അച്ഛനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ പോകാനും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെ പോകും. ഇന്നലെ ഞങ്ങൾ പോയത് ബനശങ്കരി ആയിരുന്നു കേട്ടോ.
ഇന്നിപ്പം നമ്മളിങ്ങോട്ട് വന്നു. ഇങ്ങനെ എൻ്റെ ചുറ്റിനുമൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഒരു മൈൻഡിനൊക്കെ ഒരു സന്തോഷം. പിന്നെ എല്ലാം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ലല്ലോ ഈ ഒരു ടൈമിൽ. ഞാനിപ്പോൾ ആ നന്ദിയുടെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. കേട്ടോ ഇത്രയും വലുതാണ്, ഇതിങ്ങനെ വലിയ സംഭവമാണ്. നോക്കിയേ എന്താ വലുതാന്ന്. സെറ്റാണ് കാണാനൊക്കെ. അവിടുന്ന് പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങി. ഇതാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്, ഇറങ്ങി പോരാൻ തുടങ്ങുക കേട്ടോ. ഇനി അവിടെ നിന്ന് പോകുന്ന ഞങ്ങൾക്ക് തിരിച്ച് വരുന്ന വഴിക്ക് ഇനിയിപ്പം ഇച്ചിരി സാധനം മേടിക്കാനുണ്ട് വീട്ടിലോട്ട്. അപ്പം ബിഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കേരള സൂപ്പർ മാർക്കറ്റ്, അവിടെ ഒന്ന് കയറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകണം. എന്നിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഒരേ ദിവസം ഇങ്ങനെ പോകുന്നു. പിന്നെ നോക്ക് ഇത്രയൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെ തന്നെ നമുക്കെല്ലാം കുറേ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ, ബാക്കി നവഗ്രഹങ്ങൾ കണ്ടോ, നവഗ്രഹങ്ങളുടേത്, നാഗദൈവങ്ങൾ. ഇച്ചിരി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇതാട്ടോ, ഇതൊക്കെ ഭയങ്കര വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ആട്ടോ. നമ്മുടെ നാട് പോലെയൊന്നും അല്ല. ഇച്ചിരൂടെ വിശ്വാസം കൂടുതലാണ് ഇച്ചിരൂടെ ഉണ്ട്. ഇവിടെ ഒരു ഗണപതിയുടെ ഒരു ചെറിയൊരിതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലൊരിതുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്ന് തൊഴുതുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഒരു ചെറിയൊരു നന്ദിയുണ്ട്, ഒരു ഗണപതിയുണ്ട്. നമ്മളവിടെ നിന്ന് തൊഴുത് നമ്മളവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ഇതിലാണ് കേട്ടോ. ഇതൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. അവിടെ നിന്ന് ഇറങ്ങാൻ പോകാം കേട്ടോ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ ഈ ക്ഷേത്രമാണ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ ക്ഷേത്രം കണ്ടിട്ട്? ഇത്രയും വലിയ ഒരു നന്ദി പ്രതിമയൊക്കെ കണ്ടിട്ട്. ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പൂക്കൾ, ഞാൻ അന്നേരത്തേക്കും വീഡിയോ ഒന്ന് എടുത്തു കേട്ടോ. നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. റോഡിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ. ഇതാണ് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില നിറച്ച് പൂക്കളും, അതാണ് പൂന്തോട്ട നഗരം എന്ന് ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഇതെൻ്റെ വലിയൊരു ഹനുമാൻ ടെമ്പിളാണ് കേട്ടോ. അത് ഹനുമാൻ്റെ പ്രതിമ നോക്കിയാൽ ആ വലുതാന്ന്. അങ്ങനെ നല്ല രസമാണ് ബാംഗ്ലൂരിൽ. ഇത് കണ്ടോ, മൊത്തം പച്ചക്കറികളും ഒരേ കാര്യങ്ങളൊക്കെ നല്ല ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ. അതാണ് നമ്മൾ ബിഗ് മാർക്കറ്റ് എത്തി കേട്ടോ. ബിഗ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കണമെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് സാധനം മേടിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോയി. ഒത്തിരി ഒന്നും മേടിക്കണ്ട, ഇച്ചിരി കപ്പ മേടിക്കണം. വേറെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനൊന്നുമില്ല. ഇന്നലെ കുറച്ച് സാധനമൊക്കെ മേടിച്ചായിരുന്നല്ലോ. ഇനി ഇച്ചിരി കപ്പയും പാലും ഒരു ചൂല് മേടിക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ എല്ലാ സാധനവും നമ്മൾ വരുമ്പോൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ നമുക്കുള്ളൊരു കുഴപ്പമാണല്ലോ, എല്ലാം നോക്കിയില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ മേടിച്ച കൂട്ടത്തിൽ ഈസ്റ്റ് മേടിക്കാൻ വന്നത് ഞാൻ സോഡാപ്പൊടിയാണ് മേടിച്ചുകൊണ്ട് ചെന്നത്. അത് മാറിപ്പോയി. ഇപ്പോഴത്തേക്ക് നോക്കി ഇവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കാന്താരി മുളക് ഇരിക്കുന്നത് കണ്ടോ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനമുണ്ട്. ഏത്തപ്പഴം, ഏത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. നമ്മളിപ്പോൾ കപ്പ എടുക്കാൻ പോകുക കേട്ടോ. ഇത് അച്ഛൻ കപ്പ എടുത്തുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങൾക്ക് 1 കിലോ കപ്പ മതി. ചെറിയ 2 കപ്പ എടുത്ത് കഴിഞ്ഞ് ഇതുകൊണ്ടിരിക്കുന്നത് മറ്റേ വാഴപ്പിണ്ടി അതൊക്കെ. പിന്നെ ഇതെല്ലാം ബില്ലൊക്കെ ചെയ്ത് ഞങ്ങളിവിടുന്ന് ഇറങ്ങുക. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു 10-11 മണി വരെയുള്ള ഒരു വീഡിയോ കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്